കേരള കോൺഗ്രസ് മാണി വിഭാഗം നിർണായക നിലപാടുമായിട്ട് രംഗത്ത് വരികയാണ്. അതായത് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കുക. പല കാര്യങ്ങളും അങ്ങോട്ടേക്ക് ശക്തമായിട്ട് ഉന്നയിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ജോസ് കെ മാണി വിഭാഗം. നമുക്കറിയാം, മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തിയിരുന്ന അവസരത്തിൽ ജോസ് കെ മാണി ആവശ്യപ്പെട്ട ഒരു കാര്യം, അത് പള്ളിക്കാരുടെ നിർദ്ദേശപ്രകാരം തന്നെ നിയമസഭ അടിയന്തരമായി വിളിച്ചുകൂട്ടണം. വന്യമൃഗ ശല്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. തെരുവ് നായ് പ്രശ്നം ചർച്ച ചെയ്യണം. മുന്നണിക്കകത്ത് പറയേണ്ട കാര്യമാണ് പൊതുവായി ജോസ് കെ മാണി ഉന്നയിച്ചത്. ഇത് മുന്നണിയിൽ അതൃപ്തി ഉണ്ടാക്കി എന്നാണ് അറിയുന്നത്. ഇപ്പോഴിതാ കൂടുതൽ സീറ്റുകൾ ചോദിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തായാലും നമുക്കറിയാം, കേരള കോൺഗ്രസിന് എപ്പോഴും താഴെ തട്ടിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് 2021 തെരഞ്ഞെടുപ്പിലേക്ക് ജോസ് കെ മാണി വിഭാഗത്തെ ഇപ്പുറത്തേക്ക് പിണറായി വിജയൻ കൂട്ടിക്കൊണ്ടുവന്നതും. ഇവരുടെ താഴെത്തട്ടിലുള്ള നേട്ടം എന്ന് പറയുന്നത് ഇവ പാല, പൊൻകുന്നം, തൊടുപുഴ, കോട്ടയം, തിരുവല്ല, ചങ്ങനാശ്ശേരി, റാന്നി എന്നീ മേഖലകളിലൊക്കെ തന്നെ ഇവർക്കൊരാധിപത്യമുള്ള ഇടമാണ്. കർഷകരുടേതായ ഇടമാണ്. ക്രൈസ്തവ ആധിപത്യമുള്ള ഇടമാണ്. അവിടെയൊക്കെ തന്നെ കേരള കോൺഗ്രസിന് വലിയ ഒരു സ്വാധീനവും ഉണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ടുകൂടിയാണല്ലോ 2026 UDF എങ്ങനെയെങ്കിലും ജോസ് കെ മാണി വിഭാഗത്തെ എത്തിക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നത്. ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് സീറ്റുകൾ കൂടുതൽ ചോദിക്കുന്നതിൻ്റെ കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, LDF സംബന്ധിച്ചിടത്തോളം അവർക്ക് 3ാം വട്ടവും തുടർഭരണം വേണമെന്നുള്ളത് ഒരു അഭിമാന പ്രശ്നമായി തീർന്നിരിക്കുകയാണ്. ഈ 3ാം വട്ടം തുടർഭരണം കിട്ടിയില്ലെങ്കിൽ അത് പിണറായി വിജയന്റെ പ്രതിച്ഛായയ്ക്ക് ഉണ്ടാകുന്ന മങ്ങലായിരിക്കും, വലിയ ഇടിവായിരിക്കും സംഭവിക്കുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് CPM ഇല്ലാതായി പോകുന്ന കാഴ്ച കാണേണ്ടി വരും. ഒരു തവണ കൂടി അധികാരത്തിലേക്ക് വരണം. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അധികാരമില്ലാത്ത നാളുകൾ ഇനി അങ്ങോട്ട് ആലോചിക്കാൻ വയ്യ. ജീവിതത്തിന്റെ ശിഷ്ടകാലം അധികാര കസേരയിൽ തന്നെ ഇരിക്കണം. അതാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഒരുപക്ഷെ കേരള കോൺഗ്രസിന്റെ വേണ്ട തരത്തിൽ ചേർത്ത് നിർത്തും. കേരള കോൺഗ്രസ് എന്ന് മാത്രമല്ല, ഏത് ഘടകകക്ഷികളെയും കൂടുതൽ ചേർത്ത് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജോസ് കെ മാണി വിഭാഗം അതിശക്തമായിട്ട് ബാർഗെയിനിങ് നടത്തുന്നത്. ഇപ്പോൾ വിലപേശല് നല്ല രീതിയിൽ തന്നെ നടത്തുകയാണ്. ജോസ് കെ മാണിയുടെ വിലപേശലിനെ പറ്റി പിണറായി വിജയൻ അറിയാം. അതുകൊണ്ടാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലയിൽ പരാജയപ്പെടുത്തി കൊടുത്തതും. അല്ലെങ്കിൽ ജയിച്ചു വന്നിരുന്നുവെങ്കിൽ പ്രധാനപ്പെട്ട വകുപ്പ് തന്നെ, എന്തിന് ധനകാര്യ വകുപ്പ് തന്നെ ഒരുപക്ഷെ ചോദിച്ചു കളയും. അത് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് ആ പരാജയം ജോസ് കെ മാണിക്ക് അവിടെ ഏറ്റുവാങ്ങേണ്ടിയും വന്നത്. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികളൊക്കെ മാറിയില്ലേ? ഭരണ പ്രതിച്ഛായക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അധികാരത്തിൽ വരാൻ അല്പം പ്രയാസമുണ്ട്. BJP കേരളത്തിൽ വലിയ ഇടം നേടിക്കഴിഞ്ഞു. അതൊക്കെ അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതയ്ക്ക് ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് കരകയറണമെന്നുണ്ടെങ്കിൽ ഘടകകക്ഷികളെ വേണ്ട തരത്തിൽ ചേർത്ത് നിർത്തണം എന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് മുഴുവനായിട്ട് മാറിപ്പോയി. മുസ്ലിം വിഭാഗത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമി, SDPI, പോപ്പുലർ ഫ്രണ്ട്, വെൽഫെയർ പാർട്ടി, ഇതെല്ലാം തന്നെ മുസ്ലിം ലീഗിന്റെ കുടക്കീഴിൽ നിൽക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ ഒരു ശ്രമം നടത്തുകയും ചെയ്തു. ഇനി ഹൈന്ദവ വോട്ടുകളെങ്കിലും കിട്ടണം, അതാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് പമ്പയിൽ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നത്.
ശബരിമല യുവതീ പ്രവേശ വിഷയത്തിലൂടെ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചതിലൂടെ പാർട്ടിക്കുണ്ടായിട്ടുള്ള ക്ഷീണം മാറ്റി തീർക്കുന്നതിനും പ്രായശ്ചിത്തമെന്നോണം പമ്പയിൽ നടക്കുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിലൂടെ ഹൈന്ദവരെ മുഴുവൻ BJP-യിലേക്ക് വോട്ട് പോയിട്ടുള്ള ആ വോട്ടും അല്ലാതെയും ഉള്ളത് തന്നെ ഏകീകരിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അത് എത്ര കണ്ട് വിജയിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം BJP ഇപ്പോൾ പഴയ BJP അല്ല കേരളത്തിൽ. അവർ 2026 കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് അമിത്ഷാ പറഞ്ഞിട്ട് പോയത് ഇവിടെ അന്തരീക്ഷത്തിൽ മാറ്റൊലിക്കൊള്ളുന്നുണ്ട്. അത് മനസ്സിലാക്കണം. അത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. വിടുവായിത്തരം പറയുന്ന ആളല്ലല്ലോ അമിത്ഷാ. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇപ്പൊ കെ സുരേന്ദ്രൻ 35 സീറ്റ് നേടി ഭരിക്കുമെന്നൊക്കെ പറഞ്ഞു. സുരേന്ദ്രനൊക്കെ പറയുന്നതിന് നമ്മൾ അത്രയ്ക്ക് മുഖവിലേക്ക് എടുത്താൽ മതി. ഇത് പറഞ്ഞിട്ട് പോയത് BJP-യുടെ രാഷ്ട്രീയ ചാണക്യനാണ് പറഞ്ഞിട്ട് പോയത്. ഇതുപോലെ തന്നെ ബാലികേറാമല ആയിരുന്നല്ലോ ത്രിപുരയൊക്കെ. അവിടെ ഇപ്പൊ ആര് ഭരിക്കുന്നു? അതുകൊണ്ട് അമിത്ഷായുടെ പ്രഖ്യാപനം ഒരു വശത്ത് നിൽക്കുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ LDF-യെ എത്രത്തോളം ചേർത്ത് നിർത്താമോ അവരെ എല്ലാം ചേർത്ത് നിർത്തും. കേരള കോൺഗ്രസ് മാണി വിഭാഗം എന്ന് പറയുന്നത് പ്രബലമാണ്. അവർ വന്നതുകൊണ്ടാണ് സെൻട്രൽ ട്രാവൻകൂറിൽ നിരവധി സീറ്റുകൾ ഇവർക്ക് കൂട്ടാൻ കഴിഞ്ഞിട്ടില്ലേ. 2021 ഇപ്പോൾ റാന്നിയിൽ നിന്ന് പ്രമോദ് നാരായണനൊക്കെ ജയിച്ചത് 1000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പക്ഷേ 26 വരുമ്പോൾ കോൺഗ്രസ് അവിടെ ശക്തമായ സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാനും കഴിയും. അപ്പൊ ഈ കേരള കോൺഗ്രസിന്റെ വില എന്താണ് എന്നുള്ളത് രണ്ടു പക്ഷവും മനസ്സിലാക്കുന്നുണ്ട്. ഈ എങ്ങനെയെങ്കിലും ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നോട്ടമിട്ടുകൊണ്ടാണല്ലോ കോൺഗ്രസ് മുസ്ലിം ലീഗിനെ കുഞ്ഞാലിക്കുട്ടിയെ അങ്ങോട്ടേക്ക് നിയോഗിച്ചത്, ജോസ് കെ മാണിയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ചർച്ച നടത്താനായിട്ട്. ചർച്ച പല ഘട്ടങ്ങളിലും വരെ എത്തി. പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയണം, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതിനിടയ്ക്കൂടെ ഈ ബാർഗെയിനിങ് നടക്കുന്നു. സീറ്റ് കൂടുതൽ ചോദിക്കുക തദ്ദേശ തെരഞ്ഞെടുപ്പില്, മുനിസിപ്പാലിറ്റിയില്, പഞ്ചായത്തില്, ജില്ലാ പഞ്ചായത്തില്, ഇവിടെയൊക്കെ സീറ്റ് കൂടുതൽ ചോദിച്ചു വാങ്ങിക്കഴിഞ്ഞ് ഇവർക്ക് വിജയം നേടിക്കഴിഞ്ഞാൽ ആ വിജയത്തിൽ നിന്നുകൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൂടുതൽ സീറ്റ് ചോദിക്കാം. അപ്പോൾ പാർട്ടിക്ക് അത് ചോദിക്കുന്നതിന് ഒരു ശക്തി കൂടുകയും ചെയ്യും. ആ ബാർഗെയിനിങ് പവർ അങ്ങ് മാറുകയാണ്. അപ്പോൾ കൂടുതൽ സീറ്റ് കിട്ടും. ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മന്ത്രിസഭാ പ്രാതിനിധ്യം കൂടുതലായിരിക്കും. ഇതൊക്കെ നന്നായിട്ട് ജോസ് കെ മാണിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ തന്ത്രം ഉപയോഗിച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ചോദിച്ചുകൊണ്ട് ഒരു മുന്നേറ്റം കാണിക്കുക. ഇനി LDF-ൽ നിൽക്കുന്നില്ല, UDF-ലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടെന്നുണ്ടെങ്കിൽ ആ വിജയത്തിൽ നിന്നുകൊണ്ട് UDF-ലേക്ക് ബാർഗെയിനിങ്ങും കൂട്ടാൻ പറ്റും. വിലപേശലിൽ സമർത്ഥനായിട്ടുള്ള ജോസ് കെ മാണിക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതിൻ്റെതായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകും. കേരള കോൺഗ്രസ് ഇല്ലാതെ ഒരു ഭരണമില്ലല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.